ഫസ്റ്റത്തെ ടൈം ടേബിൾ തന്നെയായിരുന്നു കുറച്ചുകൂടെ നല്ലത്. അധികം ഒന്നും പഠിച്ചെത്തിയിട്ടില്ല. ഇമ്പ്രൂവ്മെന്റിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ എന്തായാലും നമുക്ക് പഠിച്ചല്ലേ പറ്റുള്ളൂ. നീറ്റ് ജെഇ എന്തെങ്കിലും എഴുതുന്നുണ്ടോന്നാണ്. ഹായ് ഗൈസ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും നമ്മുടെ മോഡൽ എക്സാമിന്റെ ടൈം ടേബിളൊക്കെ ഇപ്പോൾ മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ കുറേ പേര് നിരന്തരം കമന്റ് ബോക്സിൽ ചോദിക്കുന്നുണ്ടായിരുന്നു, എന്താ ബ്രോ സ്റ്റഡി പ്ലാനും കാര്യങ്ങളൊന്നും ഇടാത്ത. അതേമാതിരി ഞാൻ എൻട്രൻസ് എഴുതുന്നുണ്ട്, അങ്ങനെ കുറച്ച് ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ ഇമ്പ്രൂവ്മെന്റ് എല്ലാത്തിൻ്റെയും കാര്യങ്ങൾ നമുക്ക് ഇവിടെ ചർച്ച ചെയ്യാം. ആദ്യം തന്നെ നമുക്ക് മോഡൽ എക്സാമിന്റെ കാര്യങ്ങളെ പറ്റി നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ സ്ക്രീനിൽ മോഡൽ എക്സാമിന്റെ ടൈം ടേബിളിനെ പറ്റി കൊടുക്കാം. ഇതാണ് നമ്മുടെ പുതുക്കിയ മോഡൽ എക്സാമിന്റെ ടൈം ടേബിൾ. അപ്പോൾ ഫസ്റ്റ് തന്നെ എനിക്ക് മോഡൽ എക്സാമിനെ പറ്റി എൻ്റെ ഒരു അഭിപ്രായം ടൈം ടേബിൾ മാറ്റിയതിനെ പറ്റി ചോദിക്കുകയാണെങ്കിൽ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ ഫസ്റ്റത്തെ ടൈം ടേബിൾ തന്നെയായിരുന്നു കുറച്ചുകൂടെ നല്ലത്. കാരണം എന്താ വെച്ചാൽ അതാകുമ്പോൾ പെട്ടെന്ന് ഒരു 5-6 ദിവസം കൊണ്ട് പരിപാടി കഴിഞ്ഞ് എക്സാം തീർക്കായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ പുതിയ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ കുറച്ചുകൂടെ എക്സ്റ്റെൻഡ് ആയപ്പോൾ നമുക്ക് പഠിക്കാനുള്ള ടൈം കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അതായത് ഫസ്റ്റ് തന്നെ കഴിഞ്ഞില്ലെങ്കിൽ നമുക്ക് പബ്ലിക്കിലേക്ക് കുറച്ചും കൂടെ ദിവസം കിട്ടിയാൽ അതിനനുസരിച്ച് കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കാനൊക്കെ സാധിക്കുമായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ കുറച്ചും കൂടെ പണിയായിട്ടാണ് എനിക്ക് തോന്നിയത്. എന്തായാലും നമുക്ക് പഠിച്ചല്ലേ പറ്റുള്ളൂ. പിന്നെ മെയിനായിട്ട് ചോദിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുകയാണെങ്കിൽ സ്റ്റഡി പ്ലാൻ ഇടുമോ, എന്തെങ്കിലും സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നാണ്. അപ്പോൾ സ്റ്റഡി പ്ലാൻ ഒന്നും നിലവിൽ ഉണ്ടാക്കിയിട്ടില്ല. ഒരു നിശ്ചിത ചാപ്റ്റേഴ്സ് ഓരോ വിഷയത്തിൻ്റെയും, അതായത് ചെറിയ ചാപ്റ്റേഴ്സ് ഉണ്ടാവുമല്ലോ, അത് ഞാൻ മോഡൽ എക്സാമിന് നോക്കണ്ടെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതായത് ഞാൻ പഠിച്ച ചാപ്റ്റേഴ്സ് ഏതാ പറയുന്നതിനേക്കാളും ഏതൊക്കെ പഠിക്കാണ്ടെന്ന് ഞാൻ പറയാം. അതായത് കെമിസ്ട്രിയിൽ ഞാൻ D&F ബ്ലോക്ക് ഉണ്ടല്ലോ, 4ാമത്തെ ചാപ്റ്റർ, അത് അമൈൻസ്, ബയോമോളിക്യൂൾസ്, പിന്നെ ആൽഡിഹൈഡിന്റെ ഒരു പകുതി, ആൽഡിഹൈഡ്, കീറ്റോൺസ്, കാർബോക്സിൽ, ആസിഡ്, ആ ചാപ്റ്റർ. ഇത്രയാണ് എനിക്ക് കെമിസ്ട്രിയിൽ ഒന്നും നോക്കാത്ത ചാപ്റ്റേഴ്സ്. ബാക്കിയുള്ളൊക്കെ ഞാൻ അത്യാവശ്യം നോക്കിയും കാര്യങ്ങളൊക്കെ അറിയുന്ന റിവിഷൻ ചെയ്യുകയാണെങ്കിൽ പഠിക്കാൻ പറ്റുന്ന ചാപ്റ്റേഴ്സാണ് ബാക്കിയുള്ള ചാപ്റ്റേഴ്സ്. ഇതിൽ ഞാൻ അമൈൻസ് ഈ മോഡലിൽ എന്തായാലും നോക്കുന്നില്ല. ഞാൻ യൂട്യൂബ് നോക്കിയപ്പോൾ അതിൽ വെയിറ്റേജും കുറവാണ്. അതുകൊണ്ട് കെമിസ്ട്രിയിൽ അമൈൻസ് വിടാണ്. ബയോമോളിക്യൂൾസ് എല്ലാവരും ചെറുതാണ് പറയുന്നുണ്ട്, അപ്പോൾ അതെന്തായാലും നോക്കും. ആൽഡിഹൈഡ് നോക്കും. പിന്നെ D&F ബ്ലോക്ക് എനിക്ക് അറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന്. അതിൽ ചെറിയ രീതിക്ക് വെയിറ്റേജ് ഒക്കെ വരുന്നുണ്ടോന്ന്, എന്നാൽ അത് പറ്റുന്ന പോലെ നോക്കാം. എന്തായാലും മോഡലിൽ D&F ബ്ലോക്ക്, അമൈൻസ് ഇത് രണ്ടും നോക്കണ്ടെന്നാണ് വിചാരിക്കുന്നത്. ടൈം ഉണ്ടെങ്കിൽ നോക്കുന്നതായിരിക്കും. പിന്നെ ഫിസിക്സിനെ പറ്റി പറയുകയാണെങ്കിൽ ലാസ്റ്റത്തേക്കുള്ള 2 ചാപ്റ്റേഴ്സ്, അതായത് സെമി കണ്ടക്ടേഴ്സും പിന്നെ വേറെ ഏതൊരു ചാപ്റ്റർ ആറ്റംസും, ഇത് രണ്ടും നോക്കിയിട്ടുള്ള. ഇതും എളുപ്പമാണെന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത്. അതേ മോഡൽ എന്തായാലും നോക്കാൻ പ്ലാൻ ചെയ്യുന്നില്ല. കാരണം വലിയ ചാപ്റ്റേഴ്സ് ഫസ്റ്റത്തെ ടേമിൽ നിന്നൊക്കെ കുറെ ചോദിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഫിസിക്സ് അതായിരിക്കും എന്തായാലും പഠിക്കുക. ഞാൻ വിടാൻ ഉദ്ദേശിക്കുന്ന ചാപ്റ്റേഴ്സ് എന്ന് പറയുകയാണെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്, പിന്നെ ഈ പറഞ്ഞ ആറ്റംസ്, സെമി കണ്ടക്ടേഴ്സ്, ഇതൊക്കെ ആയിരിക്കും ഞാൻ വിടാൻ ചെയ്യുന്നത്. ചിലപ്പോൾ ഒരു ചാപ്റ്ററും കൂടെ വിടും. എന്തായാലും മോഡലിൽ ഫിസിക്സിൽ 10 ചാപ്റ്റർ നോക്കണം എന്ന് വിചാരിക്കുന്നത്. ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് ഒക്കെ എനിക്ക് അത്യാവശ്യം കണ്ടന്റ് കാര്യങ്ങളൊക്കെ അറിയുന്ന ചാപ്റ്റേഴ്സ്. അപ്പോൾ ഫിസിക്സിൽ ഇങ്ങനെയൊക്കെയാണ് ഞാൻ മോഡലിൽ പ്ലാൻ ചെയ്യുന്നത്. പിന്നെ വരികയാണെങ്കിൽ മാത്സത്തെ കാര്യം ഞാനിപ്പോൾ ഇന്റഗ്രൽസ് പഠിച്ചുകൊണ്ടിരിക്കുന്നുള്ളൂ. എനിക്കറിയാം ഞാൻ നല്ല സ്ലോ ആയിട്ടാണ്. അപ്പോൾ ഇന്റഗ്രൽസ് വേഗം തന്നെ എനിക്ക് തീർക്കണം. പറ്റുകയാണെങ്കിൽ മറ്റന്നാൾ കൊണ്ട് തീർക്കണം എന്നാണ് വിചാരിക്കുന്നത്. ഇന്നും നാളെ നോക്കാൻ പറ്റില്ല. എനിക്ക് നാളെ കെമിസ്ട്രിയുടെ ലാബ് എക്സാം ഉണ്ട്, അതുകൊണ്ട് നോക്കാൻ പറ്റില്ല. അപ്പോൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്, ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫംഗ്ഷൻസ് ഞാൻ നോക്കണ്ടെന്ന് വിചാരിക്കുന്നത്. പബ്ലിക്കിനും ചെറിയ വെയിറ്റേജ് യൂട്യൂബിലൊക്കെ നോക്കുമ്പോൾ കാണുന്നുള്ളൂ. പിന്നെ എനിക്ക് ചാപ്റ്റർ തീരെ ഇഷ്ടമല്ല, ചാപ്റ്റർ ഇൻവേഴ്സ് ട്രിഗണോമെട്രി, അതുകൊണ്ട് അത് ഞാൻ സ്കിപ്പ് അടിക്കുകയാണ്, നോക്കുന്നില്ല. പിന്നെ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്, പ്രോബബിലിറ്റി, അതൊന്നും ഞാൻ മോഡലിൽ നോക്കണ്ടെന്നാണ് വിചാരിക്കുന്നത്. ബാക്കി നോക്കുന്ന ചാപ്റ്റേഴ്സ് എന്തായാലും വൃത്തിക്ക് നോക്കണം എന്നാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. പിന്നെ പറയുകയാണെങ്കിൽ ബയോളജിയിൽ സുവോളജിയിലെ ലാസ്റ്റത്തെ 2 ചെറിയ ചാപ്റ്റേഴ്സ് ഉണ്ടല്ലോ, മൈക്രോബ്സും ബയോഡൈവേഴ്സിറ്റിയും, അത് എനിക്കൊന്ന് ലാസ്റ്റത്തേക്ക് പഠിക്കാൻ പറ്റുന്ന ചാപ്റ്റേഴ്സാണ്. ഞാൻ മോഡലിൽ അത് എന്തായാലും നോക്കുന്നില്ല. ബാക്കി ചാപ്റ്റേഴ്സ് എനിക്ക് എല്ലാം അറിയാം, സുവോളജിത്തെ പഠിച്ച ചാപ്റ്റേഴ്സുകളാണ്. അപ്പോൾ അത് കുഴപ്പമില്ല. ബോട്ടണിത്തെ കാര്യം പറയുകയാണെങ്കിൽ ആകെ 5 ചാപ്റ്റർ മൊത്തത്തിൽ പഠിക്കുള്ളൂ. അതിൽ ഫസ്റ്റത്തെ ചാപ്റ്റർ ഉണ്ടല്ലോ, സെക്ഷൽ റീപ്രൊഡക്ഷൻ ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ്, അത് എനിക്ക് അറിയില്ല. അപ്പോൾ അത് എന്തായാലും പഠിക്കണം. ബാക്കി 4 ചാപ്റ്റേഴ്സും നോക്കിയ ചാപ്റ്റേഴ്സാണ്, വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ എനിക്ക് പഠിക്കാനുള്ള ചാപ്റ്റേഴ്സ് ഇതൊക്കെയാണ്. സ്റ്റഡി പ്ലാൻ ആയിട്ട് ഉണ്ടാക്കിയിട്ടില്ല. മോഡൽ എക്സാമിന് ഉള്ളിൽ ഇത്ര ചാപ്റ്റേഴ്സ് പഠിക്കണമെന്നുണ്ട്. ഞാൻ നോക്കിയപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞ ചാപ്റ്റേഴ്സ് നോക്കുകയാണെങ്കിൽ ഓർ ക്വസ്റ്റ്യൻസ് അടക്കം മാർക്ക് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അത് മാത്രം പഠിച്ചാലും ചിലപ്പോൾ ഫുൾ മാർക്കിലേക്കൊക്കെ എത്താൻ പറ്റും. പക്ഷെ മോഡലിൽ എന്തായാലും ഫുൾ മാർക്കിലേക്കൊന്നും എത്തൂല. മാക്സിമം മാർക്ക് മേടിക്കാൻ ശ്രമിക്കുക, അത്രേ എനിക്ക് പറയുള്ളൂ. പിന്നെ ചോദിച്ചത് ഞാൻ നീറ്റ് ജെഇ എന്തെങ്കിലും എഴുതുന്നുണ്ടോ എന്നാണ്. ഞാൻ ശരിക്കും +1 ബയോസയൻസ് എടുത്തത് നീറ്റ് എഴുതാൻ വേണ്ടിയായിരുന്നു. കുറച്ച് ഡോക്ടറാകാൻ അങ്ങനെയൊക്കെ താല്പര്യം ഉണ്ടായിരുന്നു. പിന്നെ താല്പര്യമൊക്കെ എവിടെ വെച്ച് നഷ്ടപ്പെട്ടു. ഞാൻ എന്തായാലും നീറ്റും ജെഇയൊന്നും എഴുതുന്നില്ല. നമുക്കിനി +2 കഴിഞ്ഞിട്ട് നോക്കാം എന്തെടുക്കണമെന്ന്. ഞാൻ വിചാരിക്കുന്നത് ഒന്നെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റ് CA എടുക്കുക, അല്ലെങ്കിൽ BSc നഴ്സിംഗ് ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത്. അതിൽ BSc നഴ്സിംഗും ചില കോളേജസിൽ എൻട്രൻസ് ഒക്കെ ഉണ്ട്. കേരളത്തിന് പുറത്താണ് ഞാൻ നോക്കുന്നത് BSc നഴ്സിംഗ് ആണെങ്കിൽ. അപ്പോൾ അങ്ങനെയുള്ള എൻട്രൻസ് നോക്കേണ്ടി വരും. പിന്നെ നീറ്റിന് ഞാൻ എന്തായാലും അപ്ലൈ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്.
നീറ്റിന് ഡേറ്റ് ഒന്നും ആയിട്ടില്ല തോന്നുന്നു. എന്തായാലും ഒന്ന് എഴുതി നോക്കണമെന്നുണ്ട് നീറ്റ്. അല്ലാണ്ട് അതിനുവേണ്ടി പഠിക്കാൻ നിലവിൽ പ്ലാൻ ഒന്നുമില്ല, ഇനി വരുമോന്ന് അറിയില്ല. അതേപോലെ തന്നെ ഡെറിവേഷൻസ് എഴുതിയാണ് പഠിക്കുന്നത് അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട് ചിലവർ. എഴുതി തന്നെയാണ് ഡെറിവേഷൻസും മാത്സ് ഒക്കെ പഠിക്കേണ്ടത്, എന്നാലേ അത് ഓർത്ത് നിൽക്കുള്ളൂ. അപ്പൊ ഇത്രയൊക്കെയാണ് പ്ലാൻ. ഞാൻ പറഞ്ഞ ചാപ്റ്റേഴ്സ് കാര്യങ്ങൾ അങ്ങനെ പഠിക്കുക. ഇത്ര ചാപ്റ്റേഴ്സ് എനിക്ക് മോഡൽ എക്സാമിൽ തീർക്കണമെന്നുണ്ട്. പിന്നെ ഉള്ള മെയിൻ ഡൗട്ട് ഞാൻ പറയാൻ വിട്ടു, ഇംപ്രൂവ്മെന്റ് ഞാൻ എഴുതുന്നത് 3 വിഷയങ്ങളാണ്: കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി. ഈ 3 വിഷയങ്ങളാണ് പ്ലാൻ ചെയ്തത്. പക്ഷെ ഞാൻ അധികം ഒന്നും പഠിച്ചെത്തിയിട്ടില്ല ഇംപ്രൂവ്മെന്റിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ. ഇപ്പൊ യൂട്യൂബിൽ നോക്കുമ്പോഴും എല്ലാവരും പറയുന്നത് ഇംപ്രൂവ്മെന്റ് 2 നോക്കാൻ പാടുള്ളൂ, 3 നോക്കുന്ന റിസ്ക് ആണ്, നല്ല പണിയാണ്, +2 മാർക്ക് കുറയുന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എനിക്കിനി കുറച്ച് സമയമേ ഉള്ളൂ. ഇതിൽ ബയോളജി എനിക്ക് A+ ഇംപ്രൂവ്മെന്റ് മേടിക്കാൻ പറ്റുന്ന നല്ല കോൺഫിഡൻസ് ഉണ്ട്. എല്ലാം പോയിട്ട് A എങ്കിലും മേടിക്കാൻ പറ്റുന്ന കോൺഫിഡൻസ് ഉണ്ട്. കെമിസ്ട്രിയും ആകെ ഞാൻ കഴിഞ്ഞ വർഷം അത്യാവശ്യമൊക്കെ ഒരു പഠിച്ചൊരു സയൻസ് വിഷയം കെമിസ്ട്രിയാണ്. കാരണം കുറച്ച് ചാപ്റ്റേഴ്സ് ഉള്ളൂ, നിങ്ങൾക്ക് 8 ചാപ്റ്റേഴ്സ് +1 പഠിക്കാനുള്ളൂ. അപ്പോൾ ബയോളജിയും കെമിസ്ട്രിയും നല്ല രീതിക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് നല്ലൊരു മാർക്കിലേക്ക് എത്തിക്കണം ഞാൻ വിചാരിക്കുന്നുണ്ട്. A+ കിട്ടണമെന്നാണ് ആഗ്രഹം, കിട്ടുമെന്ന് അറിയാം. അപ്പോൾ ഇമ്പ്രൂവ്മെന്റ് അത് 2 വൃത്തിക്ക് നോക്കണം വിചാരിക്കുന്നുണ്ട്. ഫിസിക്സ് പിന്നെ 14 ചാപ്റ്റർ ഉണ്ട്. ഫിസിക്സ് നോക്കാൻ പറ്റാത്തതിന് നല്ല വിഷമമുണ്ട്, കാരണം എനിക്ക് ഫിസിക്സ് ഇഷ്ടപ്പെട്ടൊരു സബ്ജക്റ്റാണ്. പക്ഷെ ഫിസിക്സ് പറ്റുന്ന പോലെയൊക്കെ നോക്കണം എന്ന് വിചാരിക്കുന്നത്. എന്തായാലും ബയോളജിക്കും കെമിസ്ട്രിക്കും എനിക്ക് ഇമ്പ്രൂവ്മെന്റ് പ്രാധാന്യം കൊടുക്കുക. അതൊരു കെമിസ്ട്രിയിൽ ഒരു 8 ചാപ്റ്ററിൽ 7 ചാപ്റ്ററെങ്കിലും നല്ല വൃത്തിക്ക് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പഠിക്കാൻ പറ്റില്ല. ബയോളജി എന്തായാലും ഫുൾ ചാപ്റ്റേഴ്സ് അല്ലെങ്കിൽ 19 ചാപ്റ്ററിൽ ഒരു 15-14 ചാപ്റ്റേഴ്സ് എങ്കിലും പഠിക്കണമെന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇമ്പ്രൂവ്മെന്റിന്റെ പ്ലാന്. ഫിസിക്സ് മിക്കവാറും ഞാൻ എല്ലാ ഡെറിവേഷൻസ് ഒക്കെ പഠിച്ച് അങ്ങനെയൊക്കെ എന്തെങ്കിലും ചെയ്യേണ്ടി വരും. ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് മാത്രം നോക്കേണ്ടി വരും. ഇതൊക്കെയാണ് എനിക്ക് ഇമ്പ്രൂവ്മെന്റ് പറ്റി പറയാനുള്ളത്. കുറേ പേര് ഇപ്പോൾ ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് പഠിക്കുന്നത്. അതായത് അറിയുന്ന ചാപ്റ്റേഴ്സൊക്കെ ചിലത് നോട്ട് എഴുതിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എനിക്കിനി ഒന്ന് വായിച്ചാൽ ക്ലിയർ ആവും. ഞാൻ ഇപ്പോൾ കൂടുതലും അറിയാത്ത ചാപ്റ്റേഴ്സുകളാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിനൊക്കെ നോട്ട് എഴുതി വരുമ്പോൾ കുറച്ച് നല്ല സമയം എടുക്കുന്നുണ്ട്. അപ്പോൾ അതൊരു പ്രോബ്ലം ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ക്ലാസ്സസ് കണ്ടിട്ടാണ് പഠിക്കുന്നത്. എക്സാമിനർ ബാച്ചിലൊക്കെ ഞാനുണ്ട്. എന്നാലും എനിക്ക് മാത്സിൽ എജുപോർട്ടും സൈലോ എക്സാമിനർ എല്ലാവരും നല്ലതായിട്ട് തോന്നിയത്. കെമിസ്ട്രിയിൽ അങ്ങനെ തന്നെ സൈലോ എക്സാമിനറൊക്കെ നല്ലതാണ്. അപ്പോൾ ആരുടെ ക്ലാസ് വേണമെങ്കിലും കാണാം, യൂട്യൂബിൽ ഫ്രീ ആയിട്ട് 1 ഷോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫിസിക്സിന് എനിക്ക് അലക്സാറെ ക്ലാസ്സാണ് അടിപൊളിയായിട്ട് തോന്നിയത്. അപ്പോൾ ഞാൻ പഠിക്കുന്നതും അങ്ങനെയൊക്കെയാണ്. അപ്പോൾ കുറേ പേര് യൂട്യൂബിൽ ചോദിച്ചിരുന്നു എങ്ങനെയാണ് സ്റ്റഡി കാര്യങ്ങൾ ഇടുന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇട്ടത്. അപ്പോൾ ഞാൻ എന്തെങ്കിലും വീഡിയോ വിളിച്ച് വൈൻഡപ്പ് ചെയ്യാണ്. എൻ്റെ പ്ലാനും കാര്യങ്ങളൊക്കെ ഇതൊക്കെയാണ്. അപ്പോൾ ഇനി ഞാൻ മോഡൽ എക്സാമിൻ്റെ ശേഷമായിരിക്കും ഒരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ എന്തായാലും ശരി, ഞാൻ വീഡിയോ അടിച്ച് നിർത്തുകയാണ്. ബൈ.